അനിതേ, ചേട്ടൻ സ്ഥലത്തില്ലാണ്ടായിപ്പോയി. ഒരാഴ്ച കഴിയും വരെ. ഞാനിത് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നേ. പേടിക്കണ്ട ചേച്ചി, ഞാൻ ഒരാഴ്ച ഇവിടെ നിൽക്കാം. എന്തായാലും വീട്ടിൽ പിള്ളേരൊന്നുമില്ലല്ലോ. സാരമില്ല, ഇതിനൊരു തീരുമാനമാകട്ടെ. എന്ത് കഷ്ടാ, പേടിച്ചിട്ട് മനുഷ്യനോട് ഇരിക്കാൻ കൂടി പറ്റണില്ല. ഇതിനിപ്പോ ആരാണാവോ? ആന്റി ആയിരിക്കും, നോക്കിട്ട് വരാം. എന്താ മക്കളെ പ്രശ്നം? ഇവിടെ മൊത്തം പ്രശ്നം ആന്റി. അത് പരിഹരിക്കാനല്ലേ ഞാൻ വന്നത്. ആന്റി, ഞാൻ കാണിച്ചു തരാം. ഒരു കുഴപ്പമില്ലാണ്ടിരുന്നതാ, ഇപ്പൊ ഒരു തൊഴിലും കിട്ടുന്നില്ല. ഞാൻ ഒന്ന് നോക്കട്ടെ, എന്താണ്? ഇവിടെ നിക്കണ്ട. എവിടെയാണെന്തോ പോയി നോക്കാം. ചേച്ചി, ശരിക്കും പ്രേതമുണ്ടോ അവിടെ? ഇല്ലടി, എനിക്ക് തോന്നുന്നു ഏതൊരു പിള്ളേർ ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ച് ബോൾ അടിച്ചിടുന്നാന്നാ തോന്നുന്നേ. എനിക്കും അത് തന്നെയാ തോന്നുന്നേ. പിന്നെ ഈ പ്രേതം കണ്ടൊരു ഗുണം ഉണ്ടായിട്ടുണ്ട്. അതെ, ആ ചെറുക്കം പോയ വഴി പിന്നെയും കണ്ടില്ല. അയ്യോ, എന്നിട്ട് അവൻ കയറി വന്നോണ്ടില്ലേ, കൈയോടെ ചെന്ന് കഷ്ടപ്പെട്ട് ഓടിച്ചവനെ ഞാൻ ഓർത്ത് പെട്ടെന്ന്. ഞാനും അതെ, ഇനി എന്ത് ചെയ്യുന്നോർത്ത് വെക്കേഷൻ ഫുള്ള് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. കറക്റ്റ് സമയത്തെ പ്രേതം ഇടപെട്ടോണ്ട് നമ്മൾ രക്ഷപ്പെട്ടി ചേച്ചി. അതേടി, പ്രേതത്തെ കൊണ്ടൊരു ഗുണമെങ്കിലും ഉണ്ടായല്ലോ. ഞങ്ങൾ ഈ പ്രേതത്തെ പറ്റി പറയായിരുന്നു. ഇല്ല, ഇതാരോ പുറത്ത് ക്രിക്കറ്റ് കളിക്കുന്നതാ. അല്ലടി, ഞാൻ പോയി നോക്കിയതാ. ഇവിടെ ഒന്നും ആരും ഇല്ല, ഒറ്റ മനുഷ്യനും ഇല്ല. ഈ ചൂടുകാലത്ത് ആരെയും ക്രിക്കറ്റ് കളിക്കോ? അത് നേരാണല്ലോ, അറിഞ്ഞോണ്ടാരെങ്കിലും ചെയ്യുന്നതായിരിക്കൂടാ. ഈ വാസുവിന്റെ കണ്ണ് വെട്ടിച്ച് ആരും അതിന് മുതിരൂല്ല. അല്ലേച്ചി, അത് നേരാട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് ആരും ഇവിടെ ഇല്ല, പിന്നെ ആരായിരിക്കും? അടുത്ത വീട്ടിലും ആരുമില്ല, പിന്നെ ആരായിരിക്കും? ഇതേ പിള്ളേരെ പറഞ്ഞു വരുപ്പിച്ചല്ലോ. അല്ല ചേച്ചി, എന്തോ ഉണ്ട്, എനിക്കിപ്പോഴും സംശയം തോന്നി തുടങ്ങി. ഒന്നുമില്ല, ഇവിടെ എന്തോ ഉണ്ട്, അത്ര തന്നെ. അമ്മൂമ്മ വന്നിട്ടുണ്ട് പ്രശ്നപരിഹാരത്തിന്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അമ്മൂമ്മ വന്നോ? ഇതെന്താ എക്കോയോ? ആ, എപ്പോഴേ എത്തി. വാടി. ആന്റി, എന്താ തോന്നുന്നേ? മക്കളെ, ആന്റി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയട്ടെ. എന്താ ആന്റി, എന്താ അറിയണ്ടേ? ചോദിച്ചോ. ഇത് എപ്പോൾ തുടങ്ങിയതാ? നിങ്ങൾ പുറത്തെവിടെയെങ്കിലും പോയായിരുന്നോ? പോയായിരുന്നു ആന്റി, ഒരു ടൂറ് പോയി. അവരുടെ കാട്ടിൽ കയറിയപ്പോ തൊട്ടാ ഓരോന്ന് തുടങ്ങിയേക്കുന്നേ. ആ, അതിരിക്കട്ടെ, എന്തോ പന്തികേടുണ്ട്.